സ്പർശനം ആർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്ര നാളും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദിയും കടപ്പാടുമുണ്ട്. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ ഒന്ന് ഓർക്കുക, അപകടപ്പെടുത്താൻ പറ്റുന്നത് ശത്രുവിന് മാത്രമല്ല. പലപ്പോഴും അത് സംഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ കാരണമായിരിക്കും. കാരണം വള്ളം മുങ്ങുന്നത് പുറത്തുള്ള വെള്ളം കാരണമല്ല, വള്ളത്തിൽ വീഴുന്ന ദ്വാരങ്ങൾ കാരണമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വന്തമെന്ന് കരുതിയവർ തന്നെയായിരിക്കും നമ്മുടെ പതനത്തിന് കാരണം. അവർ സ്വന്തമെന്നറിയപ്പെടാൻ അർഹതയില്ലാത്തവരാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. നമ്മൾ എന്താണ് എന്നത് നമുക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവർ പറയുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഒരാളില്ല എന്ന് കരുതി ഇന്നുവരെ ആരും മരിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ജീവിക്കാനുള്ള ഓരോ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഞാൻ മാറിയതല്ല, ഞാൻ ലോകത്തെ മനസ്സിലാക്കിയതാണ്. ഞാനാണ്. നിങ്ങൾ ആരെന്നത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. അതെൻ്റെ രീതിയാണ്. ഹൃദയത്തിൽ നിന്നും മൗനമായും കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. ആരുടെ മുന്നിലും ഞാൻ മാന്യത നടിക്കാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. തകർന്ന ഹൃദയവും പൊഴിഞ്ഞു വീഴുന്ന കണ്ണുനീരും പ്രപഞ്ചശക്തിക്ക് മാത്രമേ മനസ്സിലാകൂ. ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ എന്നും ഓർക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വയം മാറുകയാണ് വേണ്ടത്. സന്തോഷം തനിയെ വരും. കാരണം വഴിയിലെ മുള്ളു മുഴുവൻ പെറുക്കുന്നതിലും എളുപ്പം സ്വന്തം കാലിൽ പാദരക്ഷ ഇടുന്നതാണ്. എല്ലാവരും പറയും ലോകം സ്വാർത്ഥത നിറഞ്ഞതാണെന്ന്. എന്നാൽ ആരും പറയാറില്ല ഞാൻ സ്വാർത്ഥനാണെന്ന്. അതല്ലേ സത്യം? ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാത്തവർ നമ്മെ സഹായിക്കുകയും ബഹുമാനം തരികയും ചെയ്യും. എന്നാൽ നാം സ്വന്തമെന്ന് കരുതുന്നവർ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ആരെയെങ്കിലും സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ അത് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മോട് ഒരാൾ സംസാരം നിർത്തി എന്നാൽ അതിനർത്ഥം അവർ നമ്മെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ജീവിതത്തിൽ പറന്നുയരാൻ എനിക്കുമുണ്ട് ആഗ്രഹം. എന്നാൽ ഉത്തരവാദിത്വത്തിൻ്റെ തടവറയിലാണ് ഞാൻ. പ്രായമെത്ര എന്നതൊരു പ്രശ്നമല്ല. ഓരോ ദിവസവും ജീവിതം ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നത് ഒരു പ്രശ്നമേ അല്ല. ആരെയെങ്കിലും അമിതമായി വിശ്വസിച്ചു നോക്കൂ. അവർ നമ്മെ പഠിപ്പിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. നിങ്ങൾ എത്ര ധനികനാണ് എന്നതിലല്ല, നിങ്ങൾ എത്ര സന്തോഷത്തിലാണ് എന്നതാണ് പ്രധാനം. നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ നന്മകൾ പറയുന്നവരുമായുള്ള ബന്ധമായിരിക്കും നമുക്ക് നല്ലത്. ഇത് ചിലരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒന്നും കൊടുത്തില്ല എങ്കിലും ഒത്തിരി സ്നേഹവും ബഹുമാനവും തിരിച്ചു കിട്ടും. എന്നാൽ ചിലർക്ക് ജീവിതം മൊത്തം കൊടുത്താലും തിരിച്ചൊന്നും കിട്ടില്ല. ആ വ്യക്തിയെ മനസ്സിലാക്കുക എളുപ്പമല്ല. എല്ലാം അറിയാം, എന്നാലും ഒന്നും പറയില്ല. വേദന എന്ത് എന്നറിയുന്നവൻ ഒരിക്കലും വേറൊരാളുടെ വേദനയ്ക്ക് കാരണമാകില്ല. നമ്മുടെ ഉള്ളു തകർക്കും എന്ന് ബോധ്യമുള്ള സ്വപ്നങ്ങൾ കഴിവതും ഒഴിവാക്കുക. എപ്പോഴും ചിരിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ സംസാരം കുറഞ്ഞു എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ വലിയ മുറിവേറ്റിട്ടുണ്ട്. ഇന്ന് എങ്ങനെ വിശ്വസിക്കും മനുഷ്യരെ? അവൻ ഹൃദയം പോലും എടുത്തു മാറ്റി വച്ചിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിൻ്റെ കുറവുകൾ നോക്കാത്തവനാണ് വലിയവൻ. സ്വന്തം ആളുകളോട് പോലും കപടത കാണിച്ച് നേടുന്ന ഒരു നേട്ടവും നമുക്കൊരിക്കലും സമാധാനം തരില്ല. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ എന്നും ആരും കാണാതെ സ്വന്തം കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കും. വില കുറഞ്ഞ വസ്തുക്കളും വ്യക്തികളും തുടക്കത്തിൽ വളരെ നല്ലതായി തോന്നുന്നു. എന്നാൽ പെട്ടെന്ന് രണ്ടിൻ്റെയും ഭാവം മാറും. പലരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് നാം കരുതുന്ന വില ഉണ്ടാവണമെന്നില്ല. ജീവിതം തന്ന ഒരു വലിയ പാഠം: പ്രണയമായാലും ചെങ്ങാത്തമായാലും ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത്. ആരുടെ ജീവിതമാണ് പൂർണ്ണം? അവൻ ഓരോന്ന് നേടിയപ്പോൾ മറ്റു പലതും അവനിൽ നിന്ന് കൈവിട്ടു എന്നതാണ് സത്യം. ഒറ്റപ്പെടൽ എന്തെന്നറിഞ്ഞവർ ഒരിക്കലും മറ്റൊരാളോട് സമയമില്ല എന്ന് പറയില്ല. എല്ലാവരെയും എനിക്കറിയാം. അന്ധനല്ല ഞാൻ. ഹൃദയം തകർന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്നതാണ് സത്യം. കാര്യം വിചിത്രമാണ്, എന്നാലും സത്യമാണ്. ദുഃഖം ഒളിപ്പിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പഠിച്ചു എന്നാണ്. വലിയ ഹൃദയമുള്ളവർക്കേ വലിയ പ്രശ്നങ്ങൾ വരൂ. എന്നും ഒരുപോലെ ഇരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ചില ശുഭചിന്തകരുണ്ട്. നമുക്കെന്തെങ്കിലും ശുഭമായി ഭവിച്ചാൽ അവർക്ക് ചിന്തയാകും. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നത് അനിവാര്യമാണ്. മറ്റു പലതും എപ്പോഴും കൂടെ ഉണ്ടായി എന്ന് വരില്ല. തെറ്റുകൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അത് തിരിച്ചറിയുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അത് തിരുത്തുക എന്നത് പ്രകൃതിയാണ്. അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുക.
എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ. ശബ്ദം നൽകിയിരിക്കുന്നത് അനിൽ ജേക്കബ്.